ക്രിസ്മസിൻ്റെ തിരക്കും കേക്കിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദേ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുക. ചക്കപ്പഴം കൊണ്ടൊരു കുമ്പിള്. നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടി. അപ്പം എന്നാൽ അതുകൊണ്ട് കുമ്പിളുണ്ടാക്കി എന്ന് വിചാരിച്ചു. ഒരു 1 1/2 കപ്പ് കാണും അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചക്കപ്പഴം. പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ നമുക്ക് ഇഷ്ടമുള്ള റവയോ അല്ല റവ അരിപ്പൊടിയോ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക. 1 1/2 കപ്പ്. എന്നിട്ട് ഒരു മുറി തേങ്ങയും പിന്നെ ഒരു 3 4 ഏലക്കായും കൂടെ മിക്സിക്കകത്തോട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കണം. പിന്നെ ചെറിയ കടി കിട്ടുന്ന ഇതിന് നല്ല ടേസ്റ്റ് തേങ്ങാക്കൊത്ത് പോലെ. എന്നിട്ട് അതുകൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട ശർക്കര ലായനിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1/4 കപ്പ് വെള്ളത്തിൽ. അതുകൊണ്ട് ചൂടാറിയിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പാച്ചുലയോ കയ്യോ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടണ്ട. ഇത് തന്നെത്താനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് പൊങ്ങി വന്നോളൂ. ചിലപ്പോൾ ചക്കപ്പഴം ഇട്ടതല്ലേ പൊങ്ങി വന്നോളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഉച്ചയ്ക്ക് പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ കുമ്പളലിയൊക്കെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് കോൺ ആക്കിയിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പച്ചമ്പി വെള്ളം വെച്ച് തിളയ്ക്കാനായിട്ട് വെള്ളം വെച്ചു. അത് അതിനകത്തോട്ട് നമ്മൾ പെറുക്കി വെക്കണം. പിന്നെ ആവിയിൽ ഒരു 10 25 മിനിറ്റ് കഴിയുമ്പോൾ നല്ല അടിപൊളി സ്വാദിഷ്ടമായ കുമ്പിളപ്പം റെഡിയാണ്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടോ ഒന്ന് കൂടി സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ ആഹാരമല്ലേ, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.